ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുകയും അനാവശ്യമായി വിഷയങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്യുന്നു എന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. സംസ്ഥാനത്തെ പ്രമുഖ മാധ്യമങ്ങൾ TRP റേറ്റിംഗിന് വേണ്ടി ശബരിമലയെ ഒരു പ്രധാന ആയുധമാക്കിയിരിക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ ഒരു ചർച്ച നടന്നു. 24 ന്യൂസ് മേധാവി R. ശ്രീകണ്ഠൻ നായർ നയിച്ച എൻകൗണ്ടർ പ്രൈം എന്ന പരിപാടിയിൽ വിഷയം ശബരിമല തന്നെയായിരുന്നു. ശബരിമല വിഷയം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ ചെറുതും വലുതുമായി പല ചാനലുകളിലും പലതരത്തിലുള്ള ചർച്ചകൾ കണ്ട് പൊറുതുമുട്ടിയ ജനം ശബരിമല വിഷയമാണ് ചർച്ചയെങ്കിൽ TV ഓഫ് ചെയ്യുകയോ ചാനൽ മാറ്റുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയെ മാറ്റി നിർത്താമെന്നാണ് കാഴ്ചക്കാരായ പൊതുജനങ്ങളുടെ അഭിപ്രായം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിദേശ വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും CPM പ്രതിനിധിയായി N. സ്വരാജ്, BJP പ്രതിനിധിയായി K. സുരേന്ദ്രനും സാമൂഹ്യ പ്രവർത്തകൻ MN കാരശ്ശേരി മാഷുമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. മാധ്യമങ്ങളിൽ നടക്കുന്ന അന്ത്യചർച്ചയെക്കുറിച്ച് പൊതുവെ ജനങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു ചർച്ച നയിച്ച് R. ശ്രീകണ്ഠൻ നായർ തന്റെ പഴയ കഴിവുകളൊന്നും കൈമോശം വന്നു പോയിട്ടില്ലെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. 24 മണിക്കൂർ വാർത്ത എന്ന സമ്പ്രദായം കേരളത്തിൽ ആരംഭിച്ചതോടെയാണ് അന്ത്യചർച്ചകളും മറ്റും ഇത്രയേറെ പ്രചാരത്തിൽ വന്നത്. തുടക്കകാലത്ത് മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരുന്ന ചർച്ചകൾ പിന്നീട് എപ്പോഴോ കൈമോശം വന്നുപോയിരുന്നു. അവതാരകരുടെ പേക്കൂത്തുകൾ നിറഞ്ഞ ചർച്ചകളായിരുന്നു പിന്നീട് മിക്ക ചാനലുകളിലും കാണാനായത്. ചില സമയങ്ങളിൽ ചർച്ചകൾക്ക് അതിഥികളെ കിട്ടാതെ വരുമ്പോൾ തൽക്കാലത്തേക്ക് കിട്ടുന്ന അതിഥിയുമായി ചർച്ച നയിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ വരുന്ന പലർക്കും ചർച്ച ചെയ്യുന്ന വിഷയവുമായി ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കില്ല. അവതാരകന്റെ ചോദ്യത്തിന് മുന്നിൽ പതറി നിൽക്കുന്ന അതിഥിയും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നതുമൊക്കെ ചർച്ചയ്ക്കിടയിൽ കാണാനാകും. ഇതെല്ലാം കണ്ട് മനസ്സുമടുത്ത ജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ ചർച്ച വീണ്ടും പുതിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഒരു കാലത്ത് വാർത്തകളും ചർച്ചകളും കണ്ട് ടെലിവിഷന് മുന്നിൽ എത്ര സമയം വേണമെങ്കിലും ചിലവഴിച്ചിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. മാത്രമല്ല, ഫോണുകളിലേക്ക് മാത്രം ചുരുങ്ങുന്ന സമൂഹം ഇത്തരത്തിലുള്ള വാക്കുകളുടെ അതിപ്രസരമോ പരസ്പരമുള്ള ചെളിവാരി എറിയലുകളോ ഇല്ലാത്ത ചർച്ചകൾ കാണാൻ ടെലിവിഷന് മുന്നിൽ എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കുമെന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ച കണ്ടവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ മനസ്സിലാകുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനായതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ നായർക്ക് ചർച്ചയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ പരിചയക്കുറവില്ല. മാത്രവുമല്ല, അതിഥികളായി വന്നവരും പരസ്പര ബഹുമാനത്തോടെയാണ് ചർച്ചയിൽ പ്രതികരിച്ചത്. പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ അതിഥികളായി വരുന്നതും ചർച്ചയുടെ നിലവാരം ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്റർവ്യൂകളിലും അന്ത്യചർച്ചകളിലും സ്ഥിര സാന്നിധ്യമായി ചാനൽ വരാന്തകൾ കയറിയിറങ്ങി റീൽസ് ഇട്ട് മിടുക്ക് കാണിക്കുന്നതിലും നല്ലത് അറിയാവുന്ന വിഷയങ്ങളിൽ പഠിച്ച് അഭിപ്രായം പറയുന്നതാണെന്നത് ഈ ചർച്ചകൾ കൊണ്ട് മനസ്സിലാകുന്നു.